കൊടുങ്ങല്ലൂർ സത്യാർത്ഥദായിനി സഭ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം മന്ത്രി ഒ.ജെ. ജനീഷ് നിർവഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കൊടുങ്ങല്ലൂർ സത്യാർത്ഥദായിനി സഭ നൽകുന്ന ക്യാഷ് അവാർഡും ഉപഹാര സമർപ്പണവും കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് നിർവഹിച്ചു. കാരണം എല്ലായിടത്തും ഈ A+ന്റെ ഒരു അമിതമായ സമ്മർദ്ദമാണ്. A+ വിദ്യാർത്ഥികൾ മാത്രം ആദരിച്ചുകൊണ്ട് പോകുമ്പോൾ പലപ്പോഴും ചെറിയ മാർക്കിൻ്റെ പേരിൽ A+ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. മാത്രമല്ല അത് വിദ്യാർത്ഥികളെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു വലിയ സമ്മർദ്ദമുണ്ട്. ഒരു സോഷ്യൽ പ്രഷർ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. A+ കിട്ടിയില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ചിന്ത നഷ്ടപ്പെട്ടു A+ കിട്ടാതെ പോയ വിദ്യാർത്ഥികൾക്കിടയിൽ വരുന്നതും ഭാവിയിൽ ഗുണകരമായ ഒരു കാര്യമാണ്. അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന രീതിയിൽ മാർക്കുകൾ കൊണ്ട് തുലനം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. A+ നേടുന്ന വിദ്യാർത്ഥികൾ സ്വാഭാവികമായും അവർ നല്ലപോലെ പഠിക്കുകയും പരീക്ഷ എഴുതുകയും ആ പരീക്ഷയിൽ അത് കൃത്യമായി തന്നെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ അവരുടെ അധ്വാനത്തെ കുറച്ച് കാണുകയല്ല, അവരുടെ മാർക്ക് നേടാനുള്ള പഠിക്കാനുമുള്ള കഴിവിനെ കുറച്ച് കാണുകയില്ല. പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് ഒരു ചെറിയ മാർക്കിൻ്റെ പേരിൽ മുഴുവൻ വിഷയങ്ങളും A+ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അത് വലിയ സാമൂഹിക സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പരീക്ഷയുടെ മാർക്കല്ല പലപ്പോഴും ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം. SSLC പരീക്ഷയിൽ വലിയ മാർക്കോടുകൂടി വിജയിച്ചു, അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാമായി എന്നുള്ള തെറ്റിദ്ധാരണ എപ്പോഴെങ്കിലും നമ്മളൊക്കെ അടിച്ചേൽപ്പിച്ചു വിട്ടതാണ്. +2 പരീക്ഷയിൽ വരുന്ന മാർക്കുണ്ടായി പരീക്ഷകളിൽ എല്ലാ പരീക്ഷയ്ക്കും വലിയ മാർക്കോടുകൂടി പാസ്സായാൽ അതോടുകൂടി ഞങ്ങളുടെ മക്കൾ സേഫാണ്, അല്ലെങ്കിൽ അവർ നാളെ എവിടെയെങ്കിലും എത്തിക്കോളും എന്നാണ് മാതാപിതാക്കളൊക്കെ ധരിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ വിജയിക്കാൻ ഈ പരീക്ഷയുടെ മാർക്കുകൾ മാത്രം പോലെ പരീക്ഷയിൽ സ്കോർ ചെയ്യുന്നത് പോലെ തന്നെ ജീവിതത്തിലും സ്കോർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ സഭാ പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മെമ്പർ MK മുഹമ്മദ്, സഭാ കുടുംബക്ഷേമ ട്രസ്റ്റ് പ്രസിഡന്റ് KA പ്രകാശൻ, EK സോമൻ, ജിതേഷ് ശാന്തി, PK വേണു, ധനലക്ഷ്മി ജോഷി, PK മോഹനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. MES അസ്മാബി കോളേജ് സെക്രട്ടറി VM ഷൈൻ കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് എടുത്തു.